നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വെറുമൊരു ദിവസമായിട്ടല്ല കണക്കാക്കേണ്ടത്. എന്തെന്നാൽ അത് പ്രപഞ്ചത്തിന്റെ ഹൃദയമിടിപ്പാണ്. ഓരോ ദിവസങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ അതിലേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നാളെ വരുന്ന വെള്ളിയാഴ്ച. ശുക്രൻ എന്ന ഗ്രഹത്തിന്റെ ഭരണം പൂർണ്ണമായി വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളെ. നമുക്കറിയാം, ഐശ്വര്യം വരുന്നത് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല. അത് പൂമ്പാറ്റകൾ എങ്ങനെയാണോ പാറി വരുന്നത് അതേപോലെ നിശബ്ദമായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്കും ഐശ്വര്യം വന്നു ചേരുന്നത്. ശരിയല്ലേ? ഐശ്വര്യം വന്നു ചേരുന്നതിന് മുന്നേ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുമോ? ഒരിക്കലുമില്ല. ഒരു ലോട്ടറി എടുത്താൽ പോലും നമ്മൾ അറിയുന്നില്ല അതുവരെ നമ്മുടെ കയ്യിലിരുന്ന ലോട്ടറിയാണ് നാളത്തെ കോടികൾ നമുക്ക് സംഭാവന ചെയ്യുന്നത് എന്ന്. പെട്ടെന്നൊരു നിമിഷം നമ്മൾ പോയി ആ നമ്പറുകൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് തന്നെ ലോട്ടറി അടിക്കുന്നു, അല്ലെങ്കിൽ ലോട്ടറി അടിച്ചു, കോടീശ്വരൻ കോടിപതിയായി ഞാൻ മാറിയിരിക്കുന്നു എന്നത്. അത് തന്നെയാണ് പറഞ്ഞത്. ഒരു പൂമ്പാറ്റ എങ്ങനെയാണോ പാറിപ്പറന്ന് നമ്മുടെ ശരീരത്ത് പോലും വന്നിരുന്നാൽ നമുക്കതിനെ ചിലപ്പോൾ അറിയാൻ സാധിക്കുകയില്ല. അതിന്റെ മർമ്മരം പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നുമില്ല. അതേപോലെയാണ് ചില സമയങ്ങളിൽ ഭാഗ്യം നമുക്ക് തുണയായി വന്നു ചേരുന്നത്. ഇവിടെയും നമ്മുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ഒരു മർമ്മരവും ഇല്ലാതെ, ഒരു ശബ്ദവോ കോലാഹലങ്ങളും ഇല്ലാതെ ഭാഗ്യദേവതയുടെ കടാക്ഷം വരാൻ പോവുകയാണ്. ഈ വീഡിയോ പറയുന്ന 10 മിനിറ്റ് നേരം നിങ്ങൾ എനിക്കായിട്ടൊന്ന് ചിലവഴിച്ച് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ, അതായത് ആകാശത്തൊരു കരിനീല നിറം പടർന്നു നിൽക്കുമ്പോൾ തന്നെ ഉറക്കമുണർന്ന് എഴുന്നേൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഉറക്കമുണർന്നതിന് ശേഷം ആദ്യം കാണേണ്ടത് നമുക്കറിയാം സ്വന്തം കൈവെള്ളകൾ തന്നെയാണ്. അവിടെ ലക്ഷ്മി ദേവിയുണ്ട്, സരസ്വതി ദേവിയുണ്ട്. ഭൂമിദേവിയെ വണങ്ങുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുകയും വേണം. നാളെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വീട് തൂത്തു വൃത്തിയാക്കാറുണ്ടല്ലോ, ആ ഒരു സമയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ കാര്യമുണ്ട്. അതായത് വടക്ക് നിന്നും കിഴക്ക് നിന്നും വരുന്നതായ കാറ്റിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ രാവിലെ വീട് അടിച്ചുവാരി തൂത്തു വൃത്തിയാക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ അഴുക്കുകളുണ്ടല്ലോ, അടിച്ചുവാരി ചപ്പ് ചവറുകളൊക്കെ തെക്ക് വശത്തേക്ക് നീക്കി വയ്ക്കുവാനും നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം വീടിന്റെ ഉമ്മറപ്പടിയിൽ അല്പം മഞ്ഞൾ വെള്ളമൊക്കെ കലക്കി തളിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ചില ആളുകൾ രാവിലെ തന്നെ വീട് തൂത്തു വൃത്തിയാക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടാണ് ഈ പറയുന്നത്, തൂത്തു വൃത്തിയാക്കിയതിനു ശേഷം അത് തെക്ക് വശത്ത് കൊണ്ട് കളയാവുന്നതാണ്. അതല്ലാതെ കിഴക്കേ വശത്തേക്കൊന്നും തൂത്തുവാരി എറിയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ മഞ്ഞൾ വെള്ളം തളിക്കണമെന്ന് പറഞ്ഞത്, മഞ്ഞൾ എന്നത് ഭൂമിയുടെ ചന്ദനം എന്നാണ്. അപ്പോൾ ആ ഒരു ഗന്ധം അറിഞ്ഞുകൊണ്ട് വേണം ഭൂമി ദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവി, ദേവി സങ്കല്പങ്ങൾ ഒക്കെയും നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യമായിട്ട് കടന്നു വരാൻ. അതിനുവേണ്ടിയാണ് പറഞ്ഞത് നാളെ അല്പം മഞ്ഞൾ കലക്കിയ വെള്ളം ഗൃഹത്തിൽ ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുക, അതായത് തളിക്കുന്നത് ഉത്തമമായിരിക്കും. ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തളിച്ചാൽ മാത്രം മതിയാകും. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത് നക്ഷത്രങ്ങളുടെ ഭാഷയാണ്. ശരിയല്ലേ? നക്ഷത്രങ്ങളെ ഗണിച്ചാണ് നമ്മൾ ഈ ജ്യോതിഷത്തിലുള്ള ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നാളെ ശുക്രദശയുടെ പ്രഭാവമുള്ള ദിവസമാണ്, ശുക്രന്റെ പ്രഭാവമുള്ള ദിവസം വെള്ളിയാഴ്ച. ശുക്രൻ എന്നാൽ അറിയാമല്ലോ, സൗന്ദര്യത്തിന്റെ, കലയുടെ, അതേപോലെ സമൃദ്ധിയുടെ ഒക്കെയും കാരകത്വമുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ശുക്രൻ അടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷം കൂറുന്നതും. അപ്പോൾ നാളെ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ പോലും ഒരു താളം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ശുക്രനെ നിങ്ങളിലേക്ക് കൂടുതൽ ആകൃഷ്ടനാക്കുന്നത്. അതായത് നാളെ നേരിയ ചന്ദന നിറമോ അതല്ലെങ്കിൽ വെള്ള വസ്ത്രങ്ങളോ ഒക്കെ ധരിക്കുന്നത് ഉത്തമമായിരിക്കും. കറുത്ത വസ്ത്രങ്ങൾ ഉള്ളവര് നാളെ അലമാരയിൽ നിന്ന് അത് പുറത്തേക്ക് എടുക്കുകയേ വേണ്ട. അലമാരയിൽ തന്നെ നാളെ അത് ഇരിക്കട്ടെ. നാളെ രാഹുകാലം വരുന്നത് രാവിലെ 10:30 മുതൽ 12 മണി വരെയാണ്. അപ്പോൾ ആ ഒരു സമയം എരിവുള്ള വാക്കുകളോ ദേഷ്യങ്ങളോ ഒന്നും പറയാതിരിക്കുക. അതായത് വീട്ടിൽ അടിശണ്ടകളൊന്നും ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ പറയുന്ന ചെറിയ ചില വാക്കുകൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായി മാറുമ്പോഴാണ് ചിലപ്പോൾ അത് വാക്കേറ്റം, വഴക്ക്, തർക്കങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ എരിവുള്ള വാക്കുകളൊന്നും നിങ്ങൾ ആരോടും പറയാനും പോകാതിരിക്കുക. ആരിൽ നിന്നും കേൾക്കാനും
കൂട്ടാക്കാതിരിക്കുക. അപ്പോൾ ആ ഒരു സമയം പ്രപഞ്ചം അല്പം ഗൗരവത്തിലായിരിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള നേരങ്ങളിൽ മനസ്സിനെ നമുക്ക് ശാന്തമായി തുറന്നു വിടാൻ സാധിക്കുമെങ്കിലും ഈ ഒരു സമയം നമുക്ക് ചിലപ്പോൾ തുറന്നു വിടാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ സ്വയമേവ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നതാണ് ഇവിടെ ഞാൻ അർത്ഥമാക്കുന്നത്. മറ്റൊരു കാര്യം, മന്ത്രങ്ങൾ എന്ന് പറയുന്നത് വാക്കുകളുടെ സംഗീതമാണ്. അപ്പോൾ ആ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും തെറ്റുകൾ വരാതെ ജപിച്ചാൽ അതിന്റെ ഫലം പൂർണ്ണമായി നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ നാളെ ജപിക്കാനായി വലിയ പുസ്തകങ്ങളൊന്നും നിങ്ങൾ കരുതേണ്ട. ഓം ഹ്രീം ശ്രീം ലക്ഷ്മീഭ്യോ നമഃ, ഈ മന്ത്രം നാളെ നിങ്ങൾ ഒരു 108 വട്ടം ഒന്ന് ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്കൊരു പ്രകാശ വലയം രൂപപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അനുഭവം കമന്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെന്നാൽ ഒരു 6-ാം ഭാവത്തിലെ ദോഷങ്ങൾ തീരാൻ, ഒരു മാറ്റം വരാൻ ഈ ഒരു മന്ത്രം സഹായിക്കുന്നതാണ്. കൂടാതെ നാളത്തെ ദിവസം നിങ്ങൾ ഒരു കുറച്ച് തുളസി ഇലകൾ ഭഗവാൻ കൃഷ്ണനോ അതല്ലെങ്കിൽ ഗൃഹത്തിൽ തന്നെ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ ദേവിക്കോ സമർപ്പിക്കുന്നതും ഉത്തമമായിരിക്കും. 6-ാം ഭാവത്തിലെ ദോഷങ്ങൾ മാറുന്നതിനും ഇതുവഴി സഹായകമാകും. അപ്പോൾ ഈ മന്ത്രം 108 ജപിക്കുന്നത് കൂടാതെ അല്പം, ഒരു കുമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൈ രണ്ടും കൂടി ചേർത്ത് പിടിക്കുമ്പോൾ ഒരു കുമ്പിളാകുന്നുണ്ട്. ആ കുമ്പിളിൽ കൊള്ളുന്ന പുഷ്പങ്ങൾ അത് കൂടാനും പാടില്ല, അതിൽ കുറയാനും പാടില്ല. അത് ഭഗവാന്റെ ചിത്രത്തിന് സമീപത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഭഗവാൻ കൃഷ്ണന്റെ ചിത്രം പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ അവിടെ, അതല്ലെങ്കിൽ ദേവി ചിത്രം ഉണ്ടെങ്കിൽ അതിനു മുന്നിലായിട്ട്. അപ്പോൾ ഇവിടെ ഭക്തി, വിശ്വാസം ഇതൊക്കെ ഒന്നാകുന്ന ആ ഒരു നിമിഷം ഐശ്വര്യം നിങ്ങളുടെ പടിവാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കും, ഉറപ്പ്. ഇനി നാളത്തെ ദിവസം ഭാഗ്യം കൂടുതലായി ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അതായത് ആകാശം, പ്രപഞ്ചം തന്നെ ഈ നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളെ നാളത്തെ ദിവസം പ്രദാനം ചെയ്യും. ആ നക്ഷത്രങ്ങൾ ആരൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അശ്വതിയുണ്ട്, ഭരണി. അപ്പോൾ ഈ അശ്വതി ഭരണി നക്ഷത്രങ്ങളൊക്കെ പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് കത്തുന്ന നിലവിളക്ക് പോലെ ഒരു ദിവസമായിരിക്കും. അതായത് പ്രകാശം ജ്വലിച്ചു നിൽക്കുന്ന ഒരു വിളക്ക് പോലെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും. കൂടാതെ രോഹിണി, മകയിര നക്ഷത്രക്കാർക്കും ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ നാളെ നേടിയെടുക്കാൻ സാധിക്കും. ഇനി പുണർദം, പൂയം നക്ഷത്രക്കാര്, അത്തം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്നത് നാളത്തെ ദിവസം ഒരു വസന്തകാലമായിരിക്കും. ഉത്രാടം, രേവതി നക്ഷത്രക്കാർക്കും പുതിയ ചില കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം സാധിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഒരു നിരാശ തോന്നും. അങ്ങനെയൊന്നും തോന്നേണ്ട കാര്യമില്ല. നക്ഷത്രം ഏതുമായിക്കൊള്ളട്ടെ, നാളെ ഒരു ചിരിയോടെ നിങ്ങൾ ഒരാളെ നോക്കിയാൽ അല്ലെങ്കിൽ ഒരു പക്ഷിക്ക് തീറ്റ നൽകിയാൽ ആ പുണ്യം നിങ്ങളുടെ ജാതകത്തിലെ ഏത് കറുത്ത പുള്ളികളെയും മായ്ച്ച് അല്ലെങ്കിൽ ഏത് ദാരിദ്ര്യ ദോഷത്തെയും മായ്ച്ച് കളയും എന്ന് മനസ്സിലാക്കി നിങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്താൽ മതിയാകും. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയ്ക്ക് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. സന്ധ്യയ്ക്ക് ഉറങ്ങാനൊന്നും പാടുള്ളതല്ല. ഉറക്കം വന്നാലും അതൊരു ആലസ്യമാണ്. അതായത് ഒരു മന്ദത നമ്മളെ ബാധിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ആ മന്ദത ബാധിച്ച് നമ്മൾ സന്ധ്യാനേരത്ത് കിടന്നുറങ്ങിയാൽ ലക്ഷ്മി ദേവി ആലസ്യപ്പെട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. ലക്ഷ്മി ദേവിക്ക് ആലസ്യപ്പെടുന്നവരെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൂടാതെ നാളത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. പണം ആർക്കും കടമായി കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ കൊടുത്തേ മതിയാകും. ഒരു ആശുപത്രി കേസുമായിട്ട് ഒരാൾ വരികയാണ്, സഹായിക്കാതിരിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നതാണെങ്കിൽ, അയാൾ 100 രൂപയാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു പകുതി കൊടുക്കുക, പൂർണ്ണമായും കൊടുക്കാതിരിക്കുക. നമ്മുടെ വീട്ടിൽ വെളിച്ചം മറ്റൊരു വീട്ടിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ആ മനസ്സിന്റെ സന്തോഷം മറ്റൊരു വീട്ടിലേക്ക് എത്തട്ടെ എന്ന് പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ നാളെ ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ നിങ്ങൾക്കതൊരു വിഷമമാകാതിരിക്കാൻ വേണ്ടി ഈ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് നഖം വെട്ടുന്ന ഒരു രീതി നമ്മൾ പറയാറുണ്ട്. മുടി ഹെയർ കട്ട് ചെയ്യാനൊക്കെ ആണെങ്കിൽ അത് എല്ലാ ദിവസവും വെറുതെ ഇരുന്നാൽ പോലും പോകാത്ത ആളുകൾ ചൊവ്വാഴ്ച പോകുന്നതാണ്, ശരിയല്ലേ? അതേപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ വെറുതെ ഇരുന്നാലും വെട്ടരുത് എന്ന് പറയുന്ന ദിവസം നോക്കി നഖം വെട്ടാനായിട്ട് ആളുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ നാളത്തെ ദിവസം ഇതിനൊന്നും നിങ്ങൾ മുതിരരുത്. പ്രകൃതിയെ നോവിക്കരുത്. പ്രകൃതി നോവിക്കരുത് എന്ന് പറയുന്നത് മരങ്ങളോ ചെടികളോ ഒന്നും നശിപ്പിക്കരുത്. വെള്ളിയാഴ്ച ദിവസമാണ്. വീട്ടിൽ കിടന്ന് ഉച്ചത്തിലുള്ള സംസാരങ്ങളോ കലഹങ്ങളോ ഒന്നും പാടില്ല. സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ നാളത്തെ ദിവസം ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ഉണരുന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കണം. ഐശ്വര്യം നിങ്ങളിൽ തന്നെയുണ്ട്, അത് പുറത്തുനിന്ന് എങ്ങും വരേണ്ടതല്ല. അപ്പോൾ അതിനെ ഒന്ന് തൊട്ടുണർത്താനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ കാതുകളിൽ ഒരു കാറ്റ് പോലെ വന്ന് നിറയട്ടെ എന്നും നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്നും
വളരെയധികം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി.